പട്ടാമ്പിയിൽ നിന്നും തൃത്താല, കുമ്പിടി, കൂടല്ലൂർ വഴി കുറ്റിപ്പുറത്തേക്ക് ഭാരതപ്പുഴയുടെ തീരത്തുകൂടി ഒരു പാതയുണ്ട്. അതിലൂടെ പോകുമ്പോൾ വെള്ളിയാങ്കല്ലൊക്കെ കഴിഞ്ഞ് അല്പം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോർഡ് കാണാം: മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലേക്കുള്ള വഴി. ഈ വഴിയിലൂടെ കയറി കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പച്ചപ്പിൻ്റെ ഗ്രാമീണ ഭംഗിയുടെ കാഴ്ചകൾ നമ്മളുടെ മനസ്സിനെ തരളമാക്കിക്കൊണ്ട് പാതയ്ക്ക് ഇരുവശവും നിങ്ങൾക്ക് കാണാം. ഞാൻ MT വാസുദേവൻ നായരുടെ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടാണ് ആദ്യമായിട്ട് മലമൽക്കാവ് തേടി പിടിച്ചു വരുന്നത്. മലമൽക്കാവിൽ വളർന്നു നിന്നിരുന്ന കണ്ണാന്തളിപ്പൂക്കളെക്കുറിച്ചും അവ പിൽക്കാലത്ത് ഇല്ലാതായതിനെക്കുറിച്ചും അത് നട്ടുവളർത്തിയ പരമേശ്വരൻ വൈദ്യരെ കുറിച്ചിട്ടുമൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ മനോഹരമായ ഒരു അമ്പലം, അതിന് മുന്നിൽ തന്നെ തറകെട്ടിയ ഒരാൽമരം, അതിനു മുന്നിൽ ഒരു കുളവും. ലാൽ ജോസിൻ്റെ നീലത്താമര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴാണ് ഈ കുളത്തിൻ്റെ സവിശേഷതയും നീലത്താമര വിരിയുന്ന കുളം ഇതാണെന്നൊക്കെ ഞാൻ തിരിച്ചറിയുന്നത്. പിന്നെയും എത്രയോ തവണ അറിഞ്ഞും അറിയാതെയും ഞാൻ ഈ അമ്പലനടയിലെത്തി ഈ അരയാൽ തറയിൽ ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൻ്റെ ലേഖനം വായിച്ചിട്ട്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ MT വാസുദേവൻ നായർ പഠിച്ച മലമൽക്കാവ് LP സ്കൂള്. പാടവും തോടും കുന്നും നാട്ടിടവഴികളും താണ്ടി കൂടല്ലൂരിൽ നിന്നും മലമൽക്കാവിലേക്കുള്ളൊരു യാത്രയും ഈ ഭൂമിയൊക്കെ ആയിരിക്കാം MTയെ MT ആക്കി മാറ്റിയത്. നിങ്ങളും ഒഴിവുള്ളപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഈ വഴി വരണം, ഈ അമ്പലത്തിൻ്റെ അരയാൽ തറയിലിരിക്കണം, ഈ കാറ്റൊന്ന് ഏൽക്കണം. കണ്ണാന്തളിപ്പൂക്കളില്ലെങ്കിലും എനിക്ക് വ്യസനമില്ല. കാലം ഇത്രയായിട്ടും കണ്ണാന്തളിപ്പൂക്കളില്ലെങ്കിലും മലമൽക്കാവും ഈ ഗ്രാമവും വലിയ മാറ്റങ്ങളില്ലാതെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. മധ്യവേനലവധിക്ക് നിങ്ങളെ കാത്തിരിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന നമ്മളുടെ അമ്മ വീട് പോലെ. തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും വരണം.